കുറച്ച് ദിവസം കൊണ്ട് മോള് പറയാണ് കേട്ടോ ഇലയടി ഉണ്ടാക്കി താമെന്ന്. അപ്പോൾ ഏതായാലും ഇല വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകണം കേട്ടോ, മലയാളി സ്റ്റോറിലേക്ക്. അപ്പോൾ അത് മടിച്ചിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. പിന്നെ ആ വഴിക്ക് പോയ സമയത്ത് ഇല വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ പെട്ടെന്ന് ഇത് തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇതേ ശർക്കരയൊക്കെ പൊടിച്ചെടുത്ത് നന്നായി വിളയിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ തേങ്ങയും നമ്മുടെ ശർക്കരയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എപ്പോഴും ഒരല്പം അവലും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ, ഒരു ടേസ്റ്റും കൂടിയാണ്. പിന്നെ നെയ്യ്, ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടി എല്ലാം ചേർത്തിട്ട് നമ്മുടെ പണ്ടം അങ്ങനെയാണ് പറയുക, അത് വിളയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എന്താ, നമ്മുടെ അരിപ്പൊടി നന്നായി വാട്ടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ ഇലയിലേക്ക് അങ്ങ് പരത്തിയിട്ട് കൊടുക്കണം. പിന്നെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. 10-15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇലയട റെഡി ആയിട്ടുണ്ടാവും അല്ലേ. ഇലയട ഇഷ്ടമില്ലാത്ത മലയാളികൾ വളരെ ചുരുക്കം വരെ ഉണ്ടാവുള്ളൂ അല്ലേ. ആ തുറക്കുന്ന സമയത്ത് ആ ഇലയോട് കൂടിയിട്ടുള്ള ആ ഒരു സ്മെല്ല് പറയാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ എന്തായാലും ചൂട് ഇലയട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട്